നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയത് വെറുതെ ആയി അല്ലേ? ചന്ദ്ര ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി തന്നെയാ. ഓ, അതിനെ തടുക്കാൻ ഒരു സിദ്ധുവിനും കഴിയില്ല. എന്നെ ഇറങ്ങടി ഇവിടുന്ന്. ഒന്ന് നോക്കാമല്ലോ നമുക്ക്. മോളെ, പണ്ട് നീ പല അഭ്യാസങ്ങളും കാണിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ സഹിച്ചിട്ടുമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ സിദ്ധുവിന്റെ ഭാര്യ ആയതുകൊണ്ടാ. ഇപ്പൊ നിന്റെ സ്ഥാനം അതല്ല. ഏത് നിമിഷവും മുൻ ഭാര്യയായിട്ട് മാറാവുന്ന ഒരുത്തി. അതാ നീ ഇപ്പൊ ഞങ്ങക്ക്. അത് ഞാനും കൂടി വിചാരിക്കണ്ടേ? വിചാരിക്കണം, നീ അങ്ങനെ വിചാരിക്കണം. ഷേ, എന്തിനാടീ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? ഒന്ന് ഇറങ്ങി പൊയ്ക്കൂടെ? നീ അങ്ങനെ ചെയ്താലേ 2 പേരുടെ ജീവിതമാ രക്ഷപ്പെടുന്നത്. അത് ശരിയാ. ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിലേ പിരിയുന്നത് തന്നെയാ നല്ലത്. എന്തിനാ വെറുതെ നല്ലൊരു ജീവിതം നശിപ്പിക്കുന്നത്? ചന്ദ്ര അതിനെക്കുറിച്ച് ഗൗരവമായിട്ടൊന്ന് ആലോചിക്കും. വെറുതെ വാശി കാണിച്ച് ഭാവി കളയണ്ട. നിങ്ങളുടെയൊക്കെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അത് നടത്തി തരാനുള്ള ബാധ്യതയൊന്നും എനിക്കില്ല. സിദ്ധുവിന് എന്നെ വേണ്ടെങ്കിൽ കൊണ്ടേ കേസ് കൊടുക്കട്ടെ. കോടതിയിൽ ഞാൻ നേരിട്ടോളാം. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, അത്ര പെട്ടെന്നൊന്നും സിദ്ധുവിന് ഡിവോഴ്സ് കിട്ടില്ല. ഞാനതിനെ എതിർക്കും. കുറച്ചധികം ബുദ്ധിമുട്ടും സിദ്ധുവും നിങ്ങളും. നിന്നെ ഒഴിവാക്കാനേ എന്ത് സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ അതങ്ങ് സഹിക്കും. എന്നാലും ഒഴിവാക്കാൻ പറ്റില്ല. നിയമം അറിയാത്തതുകൊണ്ടാ നിങ്ങൾ ഈ വിവരക്കേട് വിളിച്ചു കൂവുന്നത്. പക്ഷെ ഞാനൊരു പരാതി കൊടുത്താലുണ്ടല്ലോ, നിങ്ങളെല്ലാവരും അകത്താ. അത് ചെയ്യാത്തത് പേടിച്ചിട്ടൊന്നുമല്ല, അതിനുള്ള സമയമായിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാ. സിദ്ധു കേസ് കൊടുത്ത് നോക്കട്ടെ, അപ്പ കാണാം ഞാൻ ആരാണെന്ന്. എനിക്ക് മേലും കീഴും നോക്കാനില്ല. നാറ്റിച്ചിട്ട ഞാൻ പോവും. ഒരു കാര്യം കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. എന്നെ ഒഴിവാക്കി ദേവികയോടൊപ്പം ജീവിക്കണമെന്ന് സിദ്ധു വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ. ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. കണ്ടില്ലേ അവളുടെ അഹങ്കാരം? ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. സമയമാവട്ടെ, അപ്പോ വേണ്ടത് ചെയ്യാം. എന്താ? ഇവിടെ ഇപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ മുത്തശ്ശി. അതുകൊണ്ട് അല്ല, ഞാന് നിത്യയെ കൊണ്ടുപോകാൻ വന്ന. അവിടെ ഹോസ്പിറ്റലില് അമ്മയ്ക്കൊരു കൂട്ട് വേണ്ടേ? ഞാൻ വന്നോളാം. നമുക്ക് ഒരുമിച്ച് പോവാന്നേ. ഞാനില്ല. അതെന്താ? താല്പര്യമില്ല. ഈ ഇടയായിട്ട് നിത്യക്കുട്ടി നല്ല ദേഷ്യത്തിൽ എന്നോട് പെരുമാറുന്നത്. എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് എന്നോട് തന്നെയാ. ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നോർത്ത്. ഞാൻ അത്രയ്ക്ക് മോശമാണോ നിത്യ? വളരെ നല്ല ആളാ. പോരെ? ആരാ മോളെ? ആ, ഞാനാ മുത്തശ്ശി. മോനായിരുന്നോ? ആ, മോനെ എപ്പോ വന്നു? ഞാൻ നിത്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്ന. അപ്പൊ നിത്യ പറയാ വരുന്നില്ലാന്ന്. എന്താടി പോയാല്? ഇപ്പൊ നേരം വെളുത്തില്ലേ? ഇനി എനിക്ക് തനിച്ച് നിൽക്കാം. ഏട്ടത്തി വരുന്നുണ്ട് മുത്തശ്ശി. ഞാൻ ഏട്ടത്തിയുടെ കൂടെ പൊക്കോളാം. ശരത്തുമോന്റെ കൂടെ പോയാ എന്താ കുഴപ്പം? നിത്യക്ക് ഇഷ്ടമല്ലെങ്കിൽ നിർബന്ധിക്കണ്ട മുത്തശ്ശി. ഈയിടെയായിട്ട് നിത്യക്ക് നമ്മളല്ല പഥ്യം, അവരാ. ആ ദേവിക. കലികാലത്ത് ഇങ്ങനെയാ മോനെ. സത്യം തിരിച്ചറിയാനേ ഒരുപാട് വൈകും. അതെ അതെ, സത്യം തിരിച്ചറിയാൻ ഒരുപാട് വൈകും.
തിരിച്ചറിയുമ്പോഴെങ്കിലും വിശ്വസിച്ചാ മതിയായിരുന്നു. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അല്ല, എന്ത് സത്യമാ ഞങ്ങൾ വിശ്വസിക്കാതിരുന്നിട്ടുള്ളത്? ഹും, എന്ത് സത്യമാ നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത്? മുത്തശ്ശി, ദേ നമുക്കിടയിൽ തർക്കമൊന്നും വേണ്ട. ഇതല്ല അതിനുള്ള സമയം. എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അച്ഛന് അപകടമൊന്നും പറ്റിയില്ല. പറ്റണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. അച്ഛനൊന്ന് തിരിച്ചു വന്നോട്ടെ, പലതും ചെയ്യുന്ന വെല്ലുവിളിച്ചിരിക്കുന്നെ. എന്ത് ചെയ്യുന്നു? അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? എന്തായാലും ചില തലകളൊക്കെ ഇവിടെ കിടന്നുരുളും. അതിനുള്ള എന്തൊക്കെയോ വഴികള് അച്ഛൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. റെസ്റ്റ് എടുക്കാൻ പറയണോ അച്ഛനോട്? ഓരോന്നിനിറങ്ങി തിരിച്ചാ ഇപ്പൊ കിട്ടിയ ഭാഗ്യം ആവർത്തിച്ചൊന്നും വരില്ല. രക്ഷിക്കാൻ ആരും കാണണമൊന്നുമില്ല. ശരത്തുമോൻ പറഞ്ഞതാ ശരി. ഇനി മനോഹരന് വേണ്ടത് വിശ്രമമാ. അച്ഛൻ വിശ്രമിച്ചോളൂ മുത്തശ്ശി, അതിനുള്ള സമയമാവുമ്പോ. ഒരുപാട് ജോലികളെ അതിനു മുമ്പ് ചെയ്തു തീർക്കാനുണ്ട് അച്ഛന്. അത് കഴിയുമ്പോ അച്ഛൻ മുത്തശ്ശി പറയുന്നത് പോലെ വിശ്രമിച്ചോളൂ. ആരോഗ്യ യോഗ്യതയൊക്കെ ഒരു ഭാഗത്തിരിക്കും. അല്ലെങ്കിലേ അരുതാത്തത് പലതും സംഭവിക്കും. അരുതാത്തത് സംഭവിക്കുന്നതേ അച്ഛനായിരിക്കില്ല മുത്തശ്ശി, വേറെ ചിലർക്കായിരിക്കും. അതിന്റെ സമയമാണിനി. മുത്തശ്ശി കണ്ടോ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നേന്ന്? ദേവികെ, അച്ഛനെ നോക്കുന്ന ഡോക്ടറെ നിരഞ്ജൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? അത് ഡോക്ടർ തന്നെ പറയും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടർ പറയും. വേണമെങ്കിൽ അമ്മയെ കൂടി വിളിച്ചോ. ഇനിയിപ്പോ അറിയിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഡോക്ടറെ ഒന്ന് കാണണം. നമുക്ക് വേണ്ടി ഡോക്ടർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാണാതായപ്പോ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഒബ്സർവേഷൻ പീരീഡ് കഴിഞ്ഞു. നടത്തിയ ടെസ്റ്റുകളുടെ റിസൾട്ടും വന്നു. പേഷ്യന്റ് സ്ട്രോക്കിന് തുല്യമായ ഒരു അവസ്ഥയിലാണ്. ശരീരത്തിന്റെ ഒരു വശത്തിന്റെ ചലനശേഷി ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ക്രമേണ, അതായത് മരുന്നും ഫിസിയോതെറാപ്പിയും കൊണ്ട് ഇനി ഒരു തിരിച്ചുവരവുണ്ടാവുള്ളൂ.